ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ജനുവരി 2026 ദിവസം വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ട് പോയ ഒരാളാണ് ഞാൻ. പിന്നെ എൻ്റെ പരിസരത്തേക്ക് ഞാൻ വന്നിട്ടില്ല. ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷേ അത് എത്തെങ്കിലുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഷോർട്സിൽ റീച്ച് ചെയ്യില്ല ഗൈസ്. പിന്നെ ഇപ്പം വന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ആരും ഞാൻ വലിയ അറിയൊന്നുമില്ല, ഞാൻ ആരാ എന്താ ഞാൻ ഒന്നും അറിയാൻ പാടില്ല. സോ കുറച്ച് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പിന്നെ പോരാത്തതിന് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിൻ്റെ അകത്ത് ആസ്ക് മീ സംതിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒരു ടാഗ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരോട് കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അതിനൊരു ആൻസറും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ എന്നെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് അടിക്കാണ്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ. കാരണം ഇൻസ്റ്റയിലായാലും ഇതിലായാലും എൻ്റെ പേര് മൊത്തമായിട്ടൊന്നുമില്ല, പകുതി കട്ട് ചെയ്തിട്ട് കേട്ടത്. എൻ്റെ ശരിക്കും പേര് ദൃശ്യ എന്നാണ്. ഇതിലെല്ലാം ദൃശ്യ വ്ളോഗ്സ്, അതിൽ ദൃശ്യ അങ്ങനെയെല്ലാം ഉള്ളത്. അതുകൊണ്ട് സോ എൻ്റെ പേര് ആർക്കും അറിയില്ല മര്യാദയ്ക്ക്. പിന്നെ എന്താ പണി ചോദിച്ചിട്ടുണ്ട്. പണി ഇപ്പം റീസെൻ്റ്ലി ഇലക്ട്രിക് സ്കൂട്ടിൻ്റെ കമ്പനിയിലാണ് ഇപ്പോൾ പണിയെടുക്കുന്നത്. പിന്നെ സ്ഥലം വരാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂർ, കേരള, കണ്ണൂരിലാണ് സ്ഥലം. ജനിച്ചത് കർണാടകയിലാണ്, വളർന്നത് പഠിച്ചത് എല്ലാം കണ്ണൂരാണ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ, എത്ര കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്ത് വരുമാനം, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ വരുമാനമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് തുടങ്ങി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ്, വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്. ആ വീഡിയോ എടുത്ത വീഡിയോയിലെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറി എൻ്റെ ഫോട്ടോ ഞാൻ ഇടുക ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് 10-200 വട്ടം ഞാൻ അങ്ങനെ വന്ന് നോക്കിയെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ റവന്യൂ മാത്രമല്ല യൂട്യൂബ്. നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ ഫോണിൽ നമ്മൾ സൂക്ഷിക്കുന്നതിനും ഒരു കണക്കുണ്ട്. പക്ഷേ യൂട്യൂബ് അങ്ങനെയല്ല. നമ്മളത് എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ അത് എത്ര കൊല്ലം കഴിഞ്ഞാലും അത് അവിടെ തന്നെ കാണും. അത് റിക്കവറായി പോകും, അല്ലെങ്കിൽ പോയി പോകും. അങ്ങനത്തെ ഒരു സംഭവം യൂട്യൂബിനില്ല. സോ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രൈവസി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ട. ഓക്കെ, അല്ലാത്തവരിക്കും ഓക്കെയാണ്. യൂട്യൂബ് ഈസ് ഗുഡ്. പിന്നെ നമുക്ക് ലെക്കുണ്ടെങ്കിൽ നമുക്ക് തന്നെ റവന്യൂ കിട്ടും, കൊളാബും കിട്ടും, സെറ്റാവും, ലൈഫ് തന്നെ സെറ്റാവും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം അത്ര ഫാമിലി വ്ളോഗേഴ്സാണ് നല്ല ലെവലിലേക്ക് എത്തിയത്. വീടില്ലാത്തവർ വീട് വെക്കുന്നത്, കാർ വാങ്ങുന്നത്, അതാക്കുന്നത്, ഇതാക്കുന്നത്. സോ യൂട്യൂബ് ഈസ് ഗുഡ് പ്ലാറ്റ്ഫോം. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചത് ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡിപ്ലോമ പഠിച്ചത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, അതായത് ഡിഗ്രി ആണോ ഡിപ്ലോമയാണോ, റീസെൻ്റ്ലി ഏത് കോഴ്സാണ് നല്ലത്, അങ്ങനെയും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞാൽ ഇപ്പം ബാംഗ്ലൂർ ആയാലും ചെന്നൈ ആയാലും ഡിപ്ലോമക്കാർക്കെല്ലാം നല്ല ഡിമാൻഡാണ്. അതായത് ഡിപ്ലോമ പഠിച്ചിറങ്ങിയാൽ പണി ഉറപ്പാണ്. പക്ഷേ അത് ടെമ്പററി ആയിട്ടും കിട്ടും, പെർമനൻ്റ് ആയിട്ടും കിട്ടും. പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ടെമ്പററി ആയിട്ടാണെങ്കിൽ 3 ഇയർ കോൺട്രാക്ട്, 2 ഇയർ കോൺട്രാക്ട്, 1 ഇയർ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് കുറേ വേക്കൻസീസ് ഉണ്ട്. സോ ഡിപ്ലോമ ആയിരിക്കും നല്ലത്. നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചിറങ്ങി, ഡിപ്ലോമ നമ്മൾ ഇറങ്ങുന്നത് ക്യാമ്പസ് സെലക്ഷനിലോ അല്ലാണ്ടോ നമ്മൾ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ അടുത്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് വേറെ പെർമനൻ്റ് ആയ കമ്പനിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മൾ പെർമനൻ്റ് ആവുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ BE ഒരു ഡിസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് പിന്നെ ഹൈ ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറേ ആൾക്കാർ എന്ത് ചോദിച്ചു, വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊന്നും ആരും ചോദിച്ചില്ല. ഞാൻ കൈ നിർത്തിയിട്ടാണ്, സോ ഞാൻ പറയുന്നില്ല. അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ എന്താ ചോദിച്ചത്, പിന്നെ സിംഗിൾ ആണോ മാരീഡ് ആണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാരീഡ് ആവുന്നതും സിംഗിൾ ആവുന്നതും കമ്മിറ്റഡ് ആവുന്നതും ഒന്നുമല്ല. അതായത് അതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പോർഷനിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. അതല്ല നമ്മുടെ ലൈഫ് വേറെയാണ്. അതായത് നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഒറ്റൊരു ലൈഫാണ്. ആ ഒരു ലൈഫിൻ്റെ അകത്ത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് പണിയാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം സെൻറ്ററിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മാരേജ്, കല്യാണം കഴിക്കുന്നത്, പിന്നെ കുട്ടിയാവുന്നത്, പിന്നെ കുട്ടീൻ്റെ കാര്യം നോക്കി ഇയാൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് പിന്നെ ഒന്നുമില്ല. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ചുറ്റിലുള്ള ആൾക്കാർ, സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം ഡിപ്പെൻഡായി പോകും. എൻ്റെ ഒരു ഇതിൽ എനിക്ക് മാരേജിനോട് വലിയ താല്പര്യമില്ല. ഇതെൻ്റെ അമ്മ കാണാൻ വീഡിയോ പെട്ടെന്ന് തീർന്നു. മാരേജിനോട് നമുക്ക് താല്പര്യമില്ല. എല്ലാം വേണം, കല്യാണം കഴിക്കണം, കുട്ടികളാവണം, കമ്മിറ്റഡ് ആവണം, എല്ലാം വേണം. പക്ഷേ അതിനപ്പുറം നമ്മളെ ഇതും കൂടി ഗ്രോത്തും കൂടി നമ്മൾ മുന്നിൽ കാണണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ എല്ലാം കൂടി കല്യാണത്തിൽ ഒതുക്കാൻ വേണ്ടി നിൽക്കാൻ പാടില്ല. കല്യാണം ഓക്കെ, ബട്ട് അത് എല്ലാത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ആവാൻ വേണ്ടി പാടില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കി നമ്മൾ പോകണം. പക്ഷേ ആ കല്യാണം അതിനൊരു തടസ്സാൻ വേണ്ടി പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ. ഇനി വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.